ഇത് ആലപ്പുഴ വണ്ടാനം ഹോസ്പിറ്റലാണ്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ ചോറ് വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള സർക്കാരിൻ്റെ നിലപാടിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ ഹൃദയപൂർവ്വം പദ്ധതി ബോധപൂർവമായി ആണ് തകർക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇവിടെ മത്സരിച്ച് ജയിച്ച MLA ആയി വന്നിരിക്കുന്ന ജി സുധാകരൻ ആദ്യം കടന്നാക്രമിച്ചത് ഇവിടുത്തെ DYFI നേതാക്കന്മാരെ തന്നെയാണ്. അത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ, തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനത്തിൽ തന്നെ DYFIയുടെ നേതാക്കന്മാരെയാണ് കടന്നാക്രമിച്ചുകൊണ്ടിരുന്നത്. ആ കടന്നാക്രമണമാണ്. പിന്നെ അത് ഒന്നും ഫലവത്താക്കില്ലെന്ന് കണ്ടപ്പോഴാണ് DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതി, അതായത് വിശക്കുന്നവൻ്റെ ചോറിൽ മണ്ണ് വാരിയിട്ടുകൊണ്ടുള്ള തീരുമാനത്തിൽ ഇവിടുത്തെ MLA ഇറങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആരോഗ്യമന്ത്രിയെ കൂട്ടുപിടിച്ച് സർക്കാരിൻ്റെ ഭാഗമായി ഇവിടെ ഇനി ഭക്ഷണം വിതരണം ചെയ്യരുതെന്നുള്ള നിലപാടിലേക്ക് അവരെത്തുന്നു. പക്ഷേ ഈ തൂവെള്ളക്കൊടിയുടെ കീഴിൽ ഈ ഭക്ഷണപ്പൊതി ഞങ്ങളിവിടെ വിതരണം ചെയ്യും. അത് ഞങ്ങളിൽ ഒരേ സഖാക്കൾ, അവശേഷിക്കുന്ന സഖാക്കൾ ആരാണോ അവരുള്ള സമയം വരെ ഈ ഭക്ഷണപ്പൊതി മുടങ്ങാതെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ കൊടുക്കും. അതാണ് ഞങ്ങളുടെ നിലപാട്. വിശക്കുന്നവൻ്റെ വിശപ്പ് മാറ്റാനും അവൻ്റെ മനസ്സ് നിറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പദ്ധതിയായിട്ട് മുന്നോട്ടിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടല്ല ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ പേരിൽ ഒരു വോട്ട് പിടിച്ചോ ഇത് ഒന്നിനും ഞങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. ഞങ്ങളെ ബോധപൂർവ്വം ഈ DYFI എന്നുള്ള ഈ പ്രവർത്തനത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സർക്കാരും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ പൊതിച്ചോറ് നൽകുന്നുണ്ടോ? എല്ലാ ദിവസവും ഞങ്ങൾ പൊതിച്ചോറ് നൽകുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഞങ്ങൾ ചെല്ലുന്ന വീടുകളിൽ നല്ല സ്വീകാര്യതയാണ്. അവിടെയുള്ള ഓരോ അമ്മമാരും പറയുന്നത് ഇനിയും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഭക്ഷണപ്പൊതി ഞങ്ങൾക്ക് തരും എന്നുള്ള ഉറപ്പാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 3 ദിവസമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം ഓരോ കമ്മിറ്റി 3 ദിവസത്തെ ഒരു ക്യാമ്പയിൻ പോലെയാണ് ഓരോ വീടുകളിൽ കയറുന്നത്. ആ കയറുന്ന വീടുകളെല്ലാം അവിടുത്തെ അമ്മമാർ ഇരു കൈകളോടെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ മക്കളെ ഇത് നിർത്തരുത് എന്നാണ് അവർ പറയുന്നത്. ആ ഊർജ്ജമാണ് ഞങ്ങളിത് മുന്നോട്ട് നയിക്കുന്നത്. ആ ഊർജ്ജത്തെ ഞങ്ങളിത് കൊണ്ടുവന്ന് ഇത് എല്ലാ ദിവസവും ഇനി വരും ദിവസങ്ങളിൽ ഇത് മുടങ്ങാതെ തന്നെ ഞങ്ങൾ കൊണ്ടുപോയി